1983 ഞാൻ ജനിച്ചത്. ഏകദേശം 86-87 സമയത്താണ് അയൽവാസിയായി കമൽ സാറിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയും കുറച്ചു കാലം ജീവിക്കാനിട വന്നത് പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത്. അന്ന് എൻ്റെ അനിയത്തിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒരു പിക്ചർ സാറും ഡാഡിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പിക്ചർ, പിന്നെ സാറിൻ്റെ മകൻ ജനുസും ഞാനും ഭക്ഷണം കഴിക്കുന്ന ഒരു പിക്ചറും, സാറിൻ്റെ വൈഫ് ടീച്ചർ, പിന്നെ എൻ്റെ അമ്മ, പിന്നെ എൻ്റെ അനിയത്തി, ഇവർ കേക്ക് പങ്കിടുന്ന ഒരു പിക്ചർ. ഈ 3 പിക്ചർ വെച്ചിട്ടാണ് സ്കൂൾ കാലഘട്ടങ്ങളിൽ ഞാൻ കമൽ സാറിൻ്റെ ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറയുന്ന ചിത്രത്തിലെ മരിച്ചു പോകുന്ന ഇക്രു എന്ന കഥാപാത്രം ചെയ്തത് ഞാനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എൻ്റെ സ്കൂൾ കാലഘട്ടം ഞാൻ തള്ളി നീക്കിയിരുന്നു. ഏകദേശം പ്രായം കൊണ്ടും പിന്നെ ഛായ കൊണ്ടും അധികം വ്യക്തമാവില്ല അത് ഞാൻ തന്നെയാണോ എന്നാൽ ഞാൻ തന്നെ ആവാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഈ 3 പിക്ചറുകൾ വെച്ചിട്ടാണ് ഞാൻ സ്കൂളിലാണെങ്കിലും കുട്ടികളുടെ ഇടയിലാണെങ്കിലും ടീച്ചർമാരുടെ ഇടയിലാണെങ്കിലും കമൽ സാറായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ഞാനൊരു സിനിമാ നടനാണ്, ഇടയ്ക്കിടയ്ക്ക് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാറുണ്ട്. ഇത് അറിയാത്തത് എൻ്റെ വീട്ടുകാരും കമൽ സാറും മാത്രമായിരിക്കും. പിന്നീട് ആ പിക്ചർ, പഴയ പിക്ചർ അറിയാലോ, അത് പിന്നെ അങ്ങനെ ഇല്ലാണ്ടായി, ഭാഗ്യം. പക്ഷേ ഞാൻ സാറിനെ കമൽ സാറിനല്ല വിളിച്ചിരുന്നത്, വാപ്പിച്ചി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം നമ്മൾ തൊട്ട അയൽവാസിയായ നമ്മുടെ സമപ്രായക്കാരനായ ജനുസ്, പപ്പിലു എന്നാണ് വിളിക്കുന്നത്. അവൻ വിളിക്കുന്നത് വാപ്പച്ചിയും ഉമ്മച്ചി എന്നാണ്. അപ്പോൾ അത് കേട്ട് ഞാനും സാറിനെയും വൈഫിനെയും വാപ്പച്ചിയും ഉമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്. അവൻ എൻ്റെ ഡാഡിനെയും മമ്മീനെയും ഡാഡി മമ്മി എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് ഈ 2 ഫാമിലിയും അവരവരുടെ ജോലി സംബന്ധമായി മാറുകയും സാറും ഫാമിലിയും കൊടുങ്ങല്ലൂർക്ക് പോവുകയും ഞങ്ങൾ പൊന്നാനിയിൽ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. പിന്നീട് എൻ്റെ ബോധത്തിൽ അത് ഡയറക്ടറാണ്, സിനിമാ സംവിധായകനാണ് എന്നുള്ള വിശദീകരണങ്ങൾ വീട്ടുകാർ തന്നതിന് ശേഷമാണ് ഞാൻ ഈ ഫോട്ടോസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ ഒരു ലക്ഷ്യം വെച്ചാണ് ഞാൻ എൻ്റെ 12ാം ക്ലാസ് വരെ മുന്നോട്ട് പോയത്. എനിക്ക് സിനിമയിലേക്ക് കടക്കാൻ ഒരു വാതിലുണ്ട്, അത് കമൽ സാറാണ്. അല്ലെങ്കിൽ എനിക്കൊരു നടനാവാനുള്ള ആഗ്രഹം. ഈ നടനാവാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു നടന് മാത്രമാണ് അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് നടനാവാൻ പറ്റാത്തത്. ബാക്കി എല്ലാ മേഖലകളിലും ഇപ്പോൾ ഡയറക്ടറുടെ അസിസ്റ്റൻ്റ് ആവാം, എഴുത്തുകാരൻ്റെ അസിസ്റ്റൻ്റ് ആവാം, ബാക്കി എല്ലാവർക്കും അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് സിനിമയിൽ കയറാം. ഞാൻ നോക്കിയിട്ട് നടനാവാൻ വേണ്ടി മാത്രം ഇപ്പം മമ്മൂക്കയുടെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് നടനാവാൻ പറ്റുമോ? ഇല്ല. മോഹൻലാലിൻ്റെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് നടനാവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു നടനെ വെച്ചിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നതെങ്കിലും ഒരു നടന് മാത്രമാണ് അതിനുള്ളൊരു അവസരമില്ലാത്തത്. എന്നാൽ എല്ലാവരും സിനിമയിൽ വരുന്നതും അധികം വരുന്നതും സിനിമ നടനാവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നടന് മാത്രം സിനിമയിൽ കയറാനൊരു അവസരവുമില്ല. ആ ഇടയ്ക്കാണ് നമ്മുടെ ദിലീപേട്ടൻ ഇങ്ങനെ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് നടനാവുന്നത്. അപ്പോഴാണ് എനിക്ക് ആ ട്രിക്ക് കിട്ടിയത്. അസിസ്റ്റൻ്റ് ഡയറക്ടറായി നിന്നുകൊണ്ട് സിനിമയിൽ കയറാം, അത് അസിസ്റ്റൻ്റ് ഡയറക്ടറായി നിന്നുകൊണ്ട് മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ പിന്നീട് ഞാൻ +2 പരീക്ഷ കഴിയുന്നതിന് തൊട്ട് മുന്നേ സാറിനെ കാണാനായിട്ട് ലൊക്കേഷനിൽ ചെന്നു. നടനാവണം എന്നുള്ള ആഗ്രഹം പറയാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷെ അവിടുത്തെ ഒരു വെളിച്ചവും തിക്കും തിരക്കും കണ്ടപ്പോൾ എനിക്ക് നടനാവണം എന്നെനിക്ക് പറയാൻ തോന്നിയില്ല. കാരണം എൻ്റെ ഇന്നത്തെ രൂപത്തിനേക്കാൾ വളരെ ശോഷിച്ചൊരു രൂപമാണ് അവിടെ. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു നടനാവണം എന്ന് പറയും? അപ്പോഴാണ് എനിക്ക് ദിലീപേട്ടനെ അവിടെ കാണാൻ സാധിച്ചത്. ദിലീപേട്ടനും നവ്യ നായരും മീര ജാസ്മിനൊക്കെ ആയിട്ടുള്ളൊരു സീൻ ഗോകുലത്തിൽ എടുത്തുകൊണ്ടിരിക്കുക. ഗോകുലത്തിൻ്റെ ഫസ്റ്റ് ഹോട്ടലുണ്ടല്ലോ ഇവിടുത്തെ കലൂരുള്ള. അപ്പോൾ ഞാൻ സാറിനെ കണ്ടുവയ്ക്കാൻ പറഞ്ഞു, സാറേ എനിക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. കാരണം അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവണമെന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ലൊക്കേഷനിൽ നിൽക്കാമല്ലോ. ഈ നടനാവണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം റോള് കിട്ടും, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണം.
പിന്നെ വീട്ടിലേക്ക് തിരിച്ച് അങ്ങനെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുടെ ആവശ്യത്തിനനുസരിച്ചും നമ്മൾ ചിലപ്പോൾ വല്ല ദുബായിലേക്കോ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ജോലിയിലേക്കോ പഠനത്തിലേക്കോ ഒക്കെ ചെയ്യേണ്ടി വരും. അസിസ്റ്റന്റ് ഡയറക്ടറായ ഫുൾ ടൈം ലൊക്കേഷനിൽ നിൽക്കാമെന്ന് ദിലീപേട്ടൻ്റെ ചില ഫീച്ചറിൽ നിന്നൊക്കെ മനസ്സിലായി, ഈ വനിതയിലും മഹിളാരത്നത്തിലൊക്കെ വരുന്ന ചില ഫീച്ചേഴ്സ്. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, എടാ നിനക്ക് +2 എക്സാം നടക്കില്ലേ, കാരണം പപ്പലൂന് മകൻ്റെ ഏകദേശം പ്രായമാണ് എനിക്ക്. ഞാൻ പറഞ്ഞു അതെ, പോയി പരീക്ഷ എഴുതിയിട്ട് വരാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പരീക്ഷ എഴുതിയിട്ട് വരാം. പിന്നെ ഞാൻ സാറിനോട് വിളിച്ച് ചോദിക്കാൻ നിന്നില്ല. പരീക്ഷ കഴിഞ്ഞ പാടെ പത്രത്തിൽ അന്ന് സൺഡേ സപ്ലിമെൻ്ററിൽ വരും, കമൽ ചിത്രം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിക്കുന്നു. ഞാൻ പിന്നെ സാറിനെ വിളിക്കാനൊന്നുമില്ല, നേരെ പോകുന്ന ലൊക്കേഷനിലേക്ക് ഒരു കവറിൽ 2 ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട്. ഫസ്റ്റ് ദിവസം സാറ് സിദ്ധുവും ജിഷ്ണും ഇങ്ങനെ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ഷോട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അന്ന് സുഖുചേട്ടനാണ് ക്യാമറ ചെയ്തത്, വേണിച്ചേട്ടൻ അത് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അന്ന് സാർ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പോൾ കുട്ടികളൊക്കെ കൈയടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും സന്തോഷിച്ചു, ഓക്കെ ഞാനും ഷൂട്ടിങ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് സാറിനോടൊന്നും പറയാൻ തന്നില്ല കേട്ടോ. പിന്നെ രേണുക ഇങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യണ ഒരു ഷോട്ട്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ കൊട പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഈ ലൈറ്റ് കട്ട് ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു ഇജി പരിപാടിയൊന്നും നമ്മൾ സിനിമയിൽ സ്ക്രീനിൽ കാണുന്നില്ലല്ലോ. കൊട കട്ട് ചെയ്യുന്നു, ലൈറ്റ് കട്ട് ചെയ്യുന്നു, ലൈറ്റിൻ്റെ വേരിയേഷൻ, ലുക്ക് ഇവിടെ നോക്കി പറയുക. അപ്പോൾ എനിക്കിതൊക്കെ പുതിയ അനുഭവമായിരുന്നു. അപ്പം ഞാൻ 2 ഷോട്ട് കഴിഞ്ഞപ്പോൾ 2 ടേക്ക് കഴിഞ്ഞപ്പോൾ കൊട പിടിച്ച് കട്ട് ചെയ്തിരുന്ന ചേട്ടൻ എൻ്റെ കയ്യിൽ കൊട തന്നു. അപ്പം ഞാൻ വിചാരിച്ചു ജോലിക്ക് തന്നെ എടുത്തു. ഞാൻ ആ കൊട വാങ്ങിയിട്ട് ഒരു കുറച്ച് ടേക്ക് പോവുക. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് സാറിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ. അപ്പോൾ സാറ് നോക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു ഓക്കെ കറക്റ്റ് ജോലി. അന്ന് ഉച്ചയായപ്പോൾ ഷൂട്ട് പാക്കപ്പ് ചെയ്തു. എന്നിട്ട് സാറ് കാറിലേക്ക് കയറാൻ പോകുമ്പോൾ ഞാൻ സാറിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ ജോയിൻ ചെയ്തു. നീ ജോയിൻ ചെയ്താ എപ്പോൾ? അല്ല സാറല്ലേ പറഞ്ഞേ പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ. അല്ല ഇപ്പം തന്നെ ആൾ കൂടുതലാണ്. ഈ ആൾ കൂടുതലാണെന്ന് പറഞ്ഞത് സൗബിൻ നേരത്തെ പറഞ്ഞ കഥയിലെ സൗബിനേക്കാൾ മൂത്ത ഒരു കസിൻ അവിടെ വന്ന് പെട്ടിട്ടുണ്ട്, ഷംജു. അപ്പോൾ അവനടക്കം ആൾ കൂടുതലായിട്ട് നിൽക്കുക അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ വിഭാഗത്തിൽ. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തു. സാറേ ഞാൻ അമ്മയുടെ വീട് ഇവിടെ തൃശ്ശൂർ ഏനാമാവാണ്, അപ്പോൾ അവിടെ നിന്ന് വന്നോളാം, ഫുഡ് പുറത്തുനിന്ന് കഴിച്ചോളാം. ഞാൻ പൊന്നാനിയിലെ ചാക്കോ ചേട്ടൻ്റെയും മരിയ ടീച്ചറുടെയും മകൻ. അങ്ങനെ യാതൊരു തരത്തിലും സാറിന് ഒഴിയാൻ പറ്റാത്ത രീതിയിൽ സാറ് എന്നാൽ സലീനെ കണ്ടോളാൻ പറഞ്ഞു. സലീം ഖാനെ എനിക്കാരാ സലീം ഖാൻ എന്ന് അറിയില്ല, ആകെ കൂടി അറിഞ്ഞ കമൽ സാറിനാണ്. ഈ സലീം ഖാനെ അന്വേഷിച്ച് ഞാൻ 3 ദിവസം നടന്നു. ലൊക്കേഷനിലാണെങ്കിൽ ഒരു പൂരപ്പറമ്പിനുള്ള ആൾക്കാരുണ്ട്, കോളേജ് പിള്ളേരും. ഇതിലേതാ സലീം ഖാൻ, ഇതിലേതാ ഹരീഷ് ചേട്ടനൊന്നും എനിക്കറിയില്ല. 3 ദിവസം എന്നെ പിടിച്ച് സുഗീത് എന്ന് പറയുന്ന ഇന്നത്തെ സംവിധായകൻ എന്നെ തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. ജൂനിയർ ആർട്ടിസ്റ്റാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഏകദേശം ഈ പ്രായമുള്ളൂ, ഭവന പറഞ്ഞ പോലെ +2 കഴിഞ്ഞ് വന്നിരിക്കുന്ന പ്രായമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ പണിയെന്ന്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കമൽ സാറ് പറഞ്ഞിട്ട് വന്നത് എന്ന് നീ ആദ്യം പറയണ്ടേ. അങ്ങനെ സുഗീതാണ് ബാക്കി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ കയറി വന്നതാണ് ഞാൻ സിനിമയിൽ. പിന്നെ ഞാൻ ഒരുവിധം എല്ലാ സിനിമയിലും കമൽ സാറിൻ്റെ അങ്ങനെ ചോദിക്കാൻ നിൽക്കാറില്ല. ഫോൺ വിളിച്ച് ചോദിച്ചാലാണല്ലോ നീ വരണ്ടെന്ന് പറയാ. തുടങ്ങണത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ കയറി വരും. ഇപ്പോൾ 40 വർഷമായി, എനിക്ക് 43 വയസ്സായി. ഇന്നും എനിക്കെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്താണ് ഡാഡി മിസ്സായത്. അതിനു മുന്നേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളിലും സാറുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അതായത് സൗബിനാണെങ്കിലും ആഷിഖാണെങ്കിലും സുഖേട്ടനാണെങ്കിലും സലീഖയാണെങ്കിലും ഹരീഷേട്ടനാണെങ്കിലും സൂര്യേട്ടനാണെങ്കിലും വേണിച്ചേട്ടനാണെങ്കിലും അതിലുപരി സിബിസാറാണെങ്കിലും. എനിക്ക് ആദ്യം കേസ് ഉണ്ടായതിനു ശേഷം ഞാൻ പുറത്തു വന്ന സമയത്ത് എന്നെ വെച്ച് രണ്ടാമതും പടം ചെയ്തു തുടങ്ങി സിബിസാറാണ്. അന്നും കമൽ സാറ് പറഞ്ഞു, സിബി നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഷൈനിനെ വെച്ചിട്ട് തന്നെ പടം ചെയ്യണം. ആ ഒരു പടം എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ആ പടം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ മുന്നോട്ടുള്ള യാത്ര കുറച്ച് ടഫായിരുന്നു. അത് TRS ആക്കിയും സിബി സാറും അന്ന് കമൽ സാർ പറഞ്ഞ വാക്കിൽ
എൻ്റെ ഇടവും വരം നിന്ന് ചെയ്യിപ്പിച്ച പടമാണ് സൈഗാൾ പാടുകയാണ്. മഴയത്ത് ഇറങ്ങി നടന്നാലല്ലേ നനയുള്ളൂ, അപ്പോഴല്ലേ നമുക്ക് മഴ പുതിയൊരു അനുഭവം തരുന്നത്. നടക്കുന്നതിനനുസരിച്ചല്ലേ വഴികൾ ഉണ്ടാവുന്നത് എന്ന് പറയുന്ന ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് എനിക്ക് റസാഖയുടെ അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റി. അതിനുശേഷം ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ വാപ്പച്ചിയായി തന്നെയാണ് സാറ് കൂടെ നിന്ന് എന്നെ നയിക്കുന്നത്. താങ്ക് യു.